ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് ഒത്തിരി പേര് കമന്റ് സെക്ഷനിലായാലും ശരി, അതല്ലാതെ മെസ്സേജിലായാലും ശരി, എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം, മാം വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാം വയർ എങ്ങനെ കുറയ്ക്കാം. ശരിയാണ്, ഞാൻ ഓൾറെഡി വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല റെസ്പോൺസ് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഒത്തിരി ക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരിയാണ്, ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാം വയറ് കുറക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുള്ളതാണ്. അതാണ് എന്റെ നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനല്ല. നിങ്ങളിൽ കുറെ പേര് ഈ രണ്ട് കാര്യം ആവശ്യപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാം പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ എന്നിട്ടും എനിക്ക് തടി കുറയണില്ല. അതെന്താണ്, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ഇനി ഞാൻ വരുത്തേണ്ടത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത്, യൂഷ്വലി കോമൺ ആയിട്ട് നമ്മൾ അറിയാതെ കുറെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിലായാലും കുറെ കാര്യത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. ആ മിസ്റ്റേക്സ് കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തടി കുറയാത്തത്. ഓക്കെ, അപ്പോൾ ജനറലി എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും വരുത്തുന്നത്, അതാണോ നിങ്ങളുടെ തടി കുറയാതിരിക്കാനുള്ള കാരണം? സോ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി കൂടുതലൊന്നും ഞാൻ സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, നമ്പർ 1, പ്ലാനിങ്. നമ്മുടെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, യെസ് എനിക്ക് തടി കുറയ്ക്കണം, ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോവാൻ. പക്ഷേ നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരു പ്ലാനിങ് ഉണ്ടാവില്ല. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, യെസ് നാളെ തൊട്ട് ഞാൻ നന്നാവാൻ പോവാണ്, നാളെ തൊട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇതിലായിരിക്കും ഞാൻ ഹെൽത്തി ഡയറ്റിങ്ങിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നെക്സ്റ്റ് മേ ബി കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും, ഓയിലി ഫുഡായിരിക്കും. അപ്പൊ വിചാരിക്കും ഓക്കെ കുഴപ്പമില്ല, കുറച്ച് കഴിച്ചേക്കാം. അങ്ങനെയുള്ള പ്രശ്നം അതെന്തിട്ട് കാരണം കൊണ്ടാണ്? യാതൊരു പ്ലാനിങ്ങും ഇല്ല. സോ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. അതല്ലാതെ ചുമ്മാ ഓക്കെ അവള് മെലിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനും മെലിഞ്ഞില്ല അങ്ങനെ വിചാരിക്കുന്നവരല്ല കേട്ടോ. സീരിയസ് ആയിട്ട് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഓക്കെ നാളെ തൊട്ട് ഞാൻ ഇന്ന ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഈ ഫിക്സ്ഡ് സമയത്തായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഇത്ര അളവായിരിക്കും ഞാൻ കഴിക്കുന്ന ഭക്ഷണം. അങ്ങനെ കറക്റ്റ് പ്ലാനിങ് ഉണ്ടാക്കാം. മാത്രല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കിച്ചൺ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ബാക്കിയുള്ളവരെ കൂടി അതിലൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരോടും കൂടി പറഞ്ഞു നോക്കുക, ഓക്കെ എന്തായാലും ഇങ്ങനെ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻസ് അല്ലേ, അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്നോ, അങ്ങനെയുള്ള രീതിയിൽ അവരെ കൂടി ഇതിലൊന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും അല്ല ഓക്കെ മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്താ, ഞാൻ ഇന്ന ഡയറ്റ് ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇന്ന ഭക്ഷണമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതല്ലാതെ നിങ്ങൾ ഓയിലി ഫുഡ് അതല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ എന്നെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് കഴിഞ്ഞിട്ട് എന്നെ കഴിക്കാനുള്ള സമയം ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻസിലേക്ക് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടുതൽ എന്താ പറയാ ഷുഗർ ഐറ്റംസ് അങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ കിച്ചണിൽ പോയിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അറിയാതെയെങ്കിലും അതിലേക്ക് കൈ പോവാതിരിക്കാൻ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കാം പറ്റുമെങ്കിൽ. സോ ആദ്യം തന്നെ വേണ്ടത് പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഈ ഒരു ഫുഡ് കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലേക്ക് കടക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുഡിന്റെ അവൈലബിലിറ്റി. ദാറ്റ് മീൻസ് നിങ്ങളുടെ ബോഡിക്ക് എന്താണ് ആവശ്യം,
നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ നിങ്ങളുടെ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ നിങ്ങളുടെ ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ളത്, അതുപോലെ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഫുഡ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫുഡ് ഓൺലൈനൊക്കെ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്തുകൊള്ളണം എന്നില്ല. മേ ബി US-ലോ UK-ലോ ഉള്ള ഒരാള് ഒരു ഫുഡ് കഴിച്ചിട്ട് ആ ഒരു ഫുഡ് കഴിച്ചതുകൊണ്ട് ആള് മെലിഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് ആൾ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ്, അവിടുത്തെ ക്ലൈമറ്റിനും ഒക്കെ അനുസരിച്ചിട്ട് ബോഡി അത് ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബോഡിക്ക് എന്താണ് ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യാം. ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് അവൈലബിലിറ്റിയും ബജറ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കാര്യം പ്രിപ്പറേഷൻ. പ്ലാനിങ് കഴിഞ്ഞു, ഫുഡ് അവൈലബിലിറ്റി ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പയർ ചെയ്യാം. ഇതിൽ നിങ്ങൾ വരുത്തുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഓക്കെ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഓടണം, ഡ്യൂട്ടി ടൈം ആയി, അപ്പം രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാനൊന്നും സമയമില്ല. അപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫ്രഷ് ആയിട്ട് ഓഫീസിലേക്ക് ഓടുകയാണ്. അതിനിടയിൽ നിങ്ങൾ ഓൾറെഡി കഴിച്ചു, മീൻസ് നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കൺട്രോളിങ്ങിലാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും സമയമില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഇന്നത്തെ ഒരു ദിവസമല്ലേ, അത് പുറത്ത് പോയിട്ട് വല്ല ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം, ഒരു ദിവസത്തേക്ക് കുഴപ്പമില്ല അങ്ങനെ. പക്ഷേ ആ ഒരു ശീലം നിങ്ങൾ മാറ്റണം. നിർബന്ധമായിട്ടും നിങ്ങൾ സീരിയസ്ലി മെലിയണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എഴുതിയിട്ടൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനൊക്കെ കഴിക്കാൻ പോണത്. സോ അതിനനുസരിച്ചിട്ട് എന്താണോ നിങ്ങൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ ഫുഡ് തന്നെ അന്നത്തെ ദിവസം മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അതിനെന്താ വേണ്ടത്, പെട്ടെന്ന് രാവിലെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, അത്രയും ബിസി സ്കെഡ്യൂളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ കുക്ക് ചെയ്തിട്ട് വെക്കുക. നാളെ രാവിലെ കഴിക്കേണ്ടതാണെങ്കിൽ കേടാവാത്ത രീതിയിൽ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. രാവിലെ അത് കഴിച്ചിട്ട് തന്നെ പോവാം. അതേപോലെ ഓഫീസ് വർക്ക് ഉള്ളവര് ലഞ്ച് പെട്ടെന്ന് കാണുന്നത് കഴിക്കുന്ന ആ ഒരു ശീലം മാറ്റുക. ലഞ്ച് ബോക്സിൽ എടുത്തുകൊണ്ട് പോവുക. നിങ്ങൾ എന്താണോ കഴിക്കാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഡയറ്റ് തന്നെ എവറി ഡേ ഫിക്സ്ഡ് ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക. അതല്ലാതെ ഓക്കെ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല നാളെ നോക്കാം എന്ന് കരുതിയിട്ട് വിടുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ, അത് മാറ്റുക. ആ ഒരു അബദ്ധം മാറ്റിയെടുക്കുക. നെക്സ്റ്റ് വൺ, എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹെൽത്തി ആണ് എന്ന് കരുതിയിട്ട് കഴിക്കുക. അതിനൊരു എക്സാമ്പിൾ ആണ് പാക്ഡ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ്. ഫ്രൂട്ട് നമുക്ക് നല്ലതാണ്, ഫ്രൂട്ട് ജ്യൂസ് നല്ലതാണ്. പക്ഷേ മാർക്കറ്റിൽ വരുന്ന പാക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇറ്റ് ഈസ് ആക്ച്വലി അൺഹെൽത്തി ഫോർ യുവർ ബോഡി. അതേപോലെ തന്നെ ക്യാൻഡ് ആയിട്ടുള്ള ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടില്ലേ, അതേപോലെ പാക്കറ്റിൽ വരുന്ന നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, അതൊക്കെ അൺഹെൽത്തി ആണ്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഫ്രൂട്ട് ജ്യൂസ്, സോ ഇറ്റ് ഇസ് ഫ്രൂട്ട് ജ്യൂസ് റൈറ്റ്, സോ അത് എന്റെ ബോഡിക്ക് ദോഷം എങ്ങനെ സംഭവിക്കാനാ, എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് അല്ലേ. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഷുഗർ ഉണ്ട്, പാക്ഡ് ആണ്, അത് കുറെ ദിവസം ലോങ് ലാസ്റ്റ് ചെയ്യണം. സോ ഒബ്വിയസ്ലി അതിൽ എന്തൊക്കെയാ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ അതൊക്കെ ഒന്ന് ആലോചിക്കുക. ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റിൽ പോവാ, നല്ല വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് വാങ്ങുക. അതല്ലെങ്കിൽ മാർക്കറ്റിലായിട്ട് വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ജ്യൂസർ എടുക്കുക. അതിൽ ജ്യൂസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കുക. ഫ്രഷ് ജ്യൂസ്, ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ ക്യാൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതേപോലെ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ,
റെഡി ടു കുക്ക് പോലുള്ള അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഓക്കെ വെജിറ്റബിൾസ്, ഓക്കെ ഫ്രോസൺ വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ ഇറ്റ് ഈസ് വെജിറ്റബിൾ റൈറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പലപ്പോഴും വാങ്ങുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോ അങ്ങനെ ഹെൽത്തി ആണ് എന്ന് വിചാരിച്ച് വാങ്ങുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു അബദ്ധമാണ്, ഹെൽത്തി ഫുഡാണ്, ശരിയാണ്, നിങ്ങളുടെ മുന്നിലുള്ളത് ഹെൽത്തി ഫുഡാണ്. പക്ഷേ ഓക്കെ ഈ മുന്നിൽ വെച്ചിരിക്കുന്ന ഫുഡ് അൺഹെൽത്തി അല്ലല്ലോ, അപ്പൊ എനിക്ക് എത്ര വേണമെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി കഴിക്കും. എസ്പെഷ്യലി ആഫ്റ്റർ വർക്ക്ഔട്ട്. ഒത്തിരി ടൈം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ വിചാരിക്കാണ് യെസ് ഞാൻ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ ഞാൻ ഇത്രയും കാലറീസ് അവിടെ ബേൺ ചെയ്തല്ലോ, ഇനി ഹെൽത്തി ഫുഡ് കഴിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അൺഹെൽത്തി കഴിക്കുമ്പോഴാണല്ലോ എനിക്ക് വെയിറ്റ് കൂടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. സോ വർക്ക്ഔട്ട് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഇന്ന് ഒത്തിരി ഭക്ഷണം കഴിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. അത് നിങ്ങൾ ചെയ്യരുത്, അതൊരു വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ ഫുഡ് കറക്റ്റ് എമൗണ്ട് കൺട്രോൾ വേണം. ശരിയാണ് വർക്ക്ഔട്ട് കഴിഞ്ഞു എന്ന് കരുതി ഒത്തിരി ഫുഡ് വാരി വലിച്ച് കഴിക്കണം എന്നല്ല, കുറച്ച് എമൗണ്ട് മാത്രമേ നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ അപ്പൊ ഇങ്ങനെ ഒത്തിരി ഹെൽത്തി ഫുഡ് ആയാലും കുറച്ച് ആവശ്യത്തിന് നിങ്ങളുടെ പൊടിക്ക് ആവശ്യമുള്ള അത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഹെൽത്തിയാണ് തടി കൂടില്ല എന്നൊക്കെ കരുതി ഒരുപാട് വാരി വലിച്ച് കഴിക്കരുത്. ഓക്കെ സോ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഈ എല്ലാ പ്ലാനിങ്ങോട് കൂടി കറക്റ്റ് ഫുഡ് ഐറ്റം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, കറക്റ്റ് കഴിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അടുത്ത ഒരു കാര്യം നിങ്ങൾ തെറ്റായി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ, ടെൻഷന്റെ കാര്യത്തിൽ, വെള്ളം കുടിക്കുന്നതിന്റെ കാര്യത്തിൽ ഒക്കെ നിങ്ങൾ ഭയങ്കര അശ്രദ്ധയായിരിക്കും. കറക്റ്റ് സമയത്ത് ഉറങ്ങില്ല, കറക്റ്റ് സമയത്ത് ഉറങ്ങി എഴുന്നേക്കില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. നിങ്ങളുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താ? വെള്ളം. സോ വെള്ളം നിങ്ങൾ ആവശ്യത്തിന് കുടിക്കില്ല. അതേപോലെ തന്നെ സ്ട്രെസ്, ഒത്തിരി ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. ഒരാൾക്ക് മിനിമം 6 to 8 hours നിർബന്ധമായിട്ടും ഉറക്കം ആവശ്യമാണ്. ആ ഒരു ഉറക്കം കിട്ടാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ അതിൽ കയറിയിട്ട് എല്ലാവരും കാണും കേട്ടോ. സോ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അതേപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് കൂളായിട്ടിരിക്കാം, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഒത്തിരി വെള്ളം കുടിക്കുക. ഓക്കെ നിങ്ങളുടെ ബോഡി ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കരുത്. ആവശ്യത്തിനനുസരിച്ചിട്ട് ലൈക്ക് ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു 8 ലിറ്റേഴ്സോളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം. ഓക്കെ അതെല്ലാവരും ഒന്ന് പോയി കാണും കേട്ടോ. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആ ഒരു മിസ്റ്റേക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നെക്സ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലരുണ്ടാവും പെട്ടെന്ന് തടി കുറയ്ക്കണം എന്ന് കരുതിയിട്ട് എക്സസൈസ് ചെയ്യില്ല, പക്ഷെ ഫുഡ് കൺട്രോൾ ചെയ്യും, ഫുഡ് കഴിക്കുന്ന ലെവൽ കുറയ്ക്കും. അങ്ങനെ ചെയ്താൽ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ മാസ് ഉണ്ടല്ലോ അത് കുറയും. മസിൽ ഭയങ്കര വീക്കായി പോകും. ഫുഡ് മാത്രമാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, നടക്കണില്ല, അതല്ലെങ്കിൽ യാതൊരു രീതിയിലും എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് ആണ് കുറയുക. മസിൽ മാസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് കാര്യമായിട്ട് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വീക്കാവും നമ്മുടെ ബോഡി. അതാണ് നിങ്ങൾ ചെയ്യുന്ന വേറൊരു അബദ്ധം. അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് നേരം എക്സസൈസ് ചെയ്യാം, പെട്ടെന്ന് മെലിയണം. ഓക്കെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് മെലിയണം. സോ നിങ്ങൾ ഒരു ദിവസം തന്നെ ലൈക്ക് കണ്ടിന്യൂസ്ലി ഒരു 5 to 6 hours ഒക്കെ എക്സസൈസ് കണ്ടിന്യൂസ്ലി എക്സസൈസ് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി ഭയങ്കര സ്ട്രെസ്ഡ് ആവും, പെട്ടെന്ന് വീക്കായി പോകും. കംപ്ലീറ്റ്ലി എക്സസൈസ് മാത്രം അതൊരു വലിയൊരു തെറ്റാണ്. ശരി നിങ്ങൾ ആ ഒരു 10 ദിവസം മീൻസ് ഷോർട്ട് ഡ്യൂറേഷന്റെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ ഇത്ര ദിവസത്തിനുള്ളിൽ, അത് നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യണ്ട. അത്
ഓക്കെ, നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ഈ സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ഡയറ്റ്, ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്, അതൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്ര കിലോ കുറയ്ക്കും, ഒരു 20 കിലോ 10 ദിവസത്തിനുള്ളിൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറോ, നിങ്ങളുടെ ബോഡി പെട്ടെന്ന് വീക്ക് ആവും. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ബോഡി പോകും. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി പോകും. സോ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യരുത്. നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടല്ലോ, ചിലർക്ക് ചോക്ലേറ്റ്സ് ആയിരിക്കാം ഭയങ്കര ഇഷ്ടം, ചിലർക്ക് ഐസ്ക്രീംസ്, അങ്ങനെയുള്ള ഫേവറേറ്റ് ഫുഡ് ഉണ്ടാവുകയും നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യും. അത് ഓക്കെ, കൺട്രോൾ ചെയ്യണം എന്ന് കരുതിയിട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പറയണത്, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ കുറിച്ചിട്ട് കഴിക്കാം. ലൈക്ക് ചീറ്റ് മീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ചീറ്റ് ഡേ അല്ല കേട്ടോ. ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ തൊട്ട് രാത്രി വരെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. പക്ഷെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചീറ്റ് മീൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഒരു ദിവസത്തിൽ ലഞ്ച് അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടല്ലോ, ആ ഒരു ക്രേവിങ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു സാധനം കഴിക്കണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്രേവിങ്, ആ ഒരു എന്താ പറയാ ആർത്തി നമുക്ക് കൂടുതലായിരിക്കും അല്ലേ. സോ പെട്ടെന്ന് ഒരു ദിവസം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കഴിച്ചു പോകും. സോ ആ ഒരു ക്രേവിങ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കാം. ലൈക്ക് വൺസ് ഇൻ എ വീക്ക് അതല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് ഒരു ഡിന്നർ വേണ്ട, ഡിന്നർ മാക്സിമം അങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡിന്നറിന് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതല്ലാതെ ലഞ്ചിന് അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചീറ്റ് മീൽ സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ക്രേവിങ്, ആ ഒരു ആർത്തി ഉണ്ടാവില്ല. അപ്പൊ ഒത്തിരി കഴിക്കില്ല. എനിവേസ് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ച് കഴിച്ചിട്ട് നിർത്താം. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. സോ അത് ആ ഒരു ഫേവറേറ്റ് ഫുഡ് നിങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കുക. പിന്നെ നെക്സ്റ്റ് വൺ, അതേപോലെ തന്നെ ചിലരുണ്ടാവും പ്ലേറ്റിലൊക്കെ ഫുഡ് ഇട്ടു, പക്ഷേ ഞാനിത് കഴിച്ചില്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആവും, ഞാൻ കൊണ്ട് കളയേണ്ടി വരും, സോ ഞാനിതെല്ലാം കഴിക്കാൻ പോവാം. അങ്ങനെയുള്ള അബദ്ധമൊന്നും ചെയ്യരുത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ശരിയാണ്, ഒത്തിരി പേര് ഫുഡൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ എന്തായാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോ കുറച്ച് സെർവ് ചെയ്താൽ മതി. ഒത്തിരി സെർവ് ചെയ്തിട്ട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് തിന്നേണ്ട ആവശ്യമില്ല. ഒത്തിരി ഓവർ ഈറ്റിങ്ങിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. സോ കുറച്ച് മാത്രം നിങ്ങളുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, അത് മാത്രം കഴിക്കുക. ഓക്കെ, അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒത്തിരി കഴിക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടോ തടി കുറയ്ക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെയും കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെയിങ് സ്കെയിലിന്റെ മുകളിൽ കയറി നിൽക്കും. നിങ്ങൾ ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് 1 or 2 അതല്ലെങ്കിൽ ഒരു വീക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിങ് സ്കെയിലിന്റെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് പറയും എന്റെ തടി കുറഞ്ഞിട്ടില്ല. അത് ആക്ച്വലി തെറ്റാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വേസ്റ്റിന്റെ സൈസാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ലൂസ് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ മെലിയുമ്പോൾ. അതല്ലാതെ വെയിങ് സ്കെയിലിന്റെ മുകളിൽ കയറിയിരുന്ന അതിന് പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതിനർത്ഥം നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല എന്നല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലർക്കൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഡയറ്റിങ് തുടങ്ങിയിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള രീതിയിൽ വെയിങ് സ്കെയിൽ കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നോർമൽ ഹ്യൂമൻസിന് ഹോർമോൺസിന്റെ വേരിയേഷൻസ് കാരണം നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ വെയിറ്റ് അതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ മസിൽ മാസ്, ചിലപ്പോൾ നിങ്ങളുടെ ഫാറ്റ് ബേൺ ആവുന്നുണ്ടാവും, പക്ഷെ മസിൽ മാസ് കൂടുന്നുണ്ടാവും. അപ്പോഴും നിങ്ങളുടെ വെയിങ് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ അതില് കുറവ് കാണിക്കില്ലല്ലോ. ബിക്കോസ് അതിനർത്ഥം നിങ്ങളുടെ ഫാറ്റ് ബേൺ ആവുന്നില്ല എന്നല്ല, നിങ്ങളുടെ ഫാറ്റ് അവിടെ ബേൺ ആവുന്നുണ്ട്, പക്ഷെ മസിൽ മാസ് കൂടുകയാണ്. ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരാണ്, അത്യാവശ്യം ഹെവി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി മസിൽ മാസ് കൂടും. അപ്പോൾ
അവിടെ വെയിറ്റ് കാണിക്കും, പക്ഷെ നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാവില്ല, ഫാറ്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ ജസ്റ്റ് വെയിങ് സ്കെയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് തടി കുറയുന്നില്ല എന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ലൂസ് ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ വേസ്റ്റിന് ചുറ്റും അളന്ന് നോക്കുക, വേസ്റ്റിന്റെ സൈസ് കുറയുന്നുണ്ടോ എന്ന്. അതിലൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുക നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഈ വെയിങ് സ്കെയിലിന്റെ മുകളിൽ കയറി നിന്നിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള അബദ്ധം ഇനി റിപ്പീറ്റ് ചെയ്യുക. സോ ഇനി ഈ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാതിരുന്നിട്ട് നിങ്ങളുടെ ഡയറ്റിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക, എക്സസൈസ് ചെയ്യുന്നത് കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്റെ നെക്സ്റ്റ് വീഡിയോ വയറ് കുറയ്ക്കുന്നതിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സോ അതുവരേക്കും ഓൾ ദ വെരി ഗുഡ് ലക്ക് ടു എവ്രിവൺ. Stay happy, stay healthy, stay safe. Take care. Bye-bye.